അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അർബഅത്തു ഉമൂരിൻ തുത്മഇന്നുൽ ഖൽബ. ഹൃദയത്തിന് ശാന്തത ലഭിക്കാനുള്ള 4 കാര്യങ്ങൾ, മനഃശാന്തി ലഭിക്കാനുള്ള 4 കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. സുഇല അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അൻ സിർരി സുഹദിഹി ഫിദ്ദുനിയ. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹിയോട് അദ്ദേഹത്തിന് ജീവിത വിരക്തി ഉണ്ടാവാൻ കാരണമായിട്ടുള്ള, ഈ ദുനിയാവിൽ ജീവിത വിരക്തി ഉണ്ടാവാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. ഹസൻ ബസ്രിയോട് ചോദിച്ചു, നിങ്ങൾ ജീവിതത്തിൽ വിരക്തി കാണിക്കുന്നുണ്ടോ? ഈ ദുനിയാവിൻ്റെ കാര്യത്തിൽ, ഈ ലോകത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വിരക്തിയാണ്. ഈ ലോകത്തെ എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വല്ലാതെ അതിൻ്റെ പിന്നാലെ പോവല്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അർബഅത്തു അശ്യാ, 4 കാര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. 4 കാര്യങ്ങളുള്ളത് കൊണ്ടാണ് എനിക്ക് ജീവിതത്തോട് വിരക്തി കാണിക്കാൻ പറ്റുന്നത്. അതിലൊന്നാമതായി അദ്ദേഹം പറഞ്ഞത്, അലിംതു, എനിക്കറിയാം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അന്ന റിസ്ഖി, തീർച്ചയായും എനിക്ക് വിധിക്കപ്പെട്ട റിസ്ഖ് ഉണ്ടല്ലോ, ഭക്ഷണം, എൻ്റെ റേഷൻ, ലാ യഖുദുഹു ഗൈരി, അത് വേറെ ആർക്കും എടുക്കാൻ കഴിയില്ല. എനിക്കെൻ്റെ നാഥൻ വിധിച്ചിട്ടുള്ള ഭക്ഷണം, അല്ലെങ്കിൽ എനിക്ക് വിധിച്ചിട്ടുള്ള ലൗകികമായ വിഭവങ്ങൾ, അത് വേറൊരാൾക്കും എടുത്തുകൊണ്ടുപോകാൻ കഴിയില്ല എന്നെനിക്കറിയാം. ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനതിൻ്റെ പിന്നാലെ കൂടിയാലും ശരി, പിന്നാലെ കൂടിയില്ലെങ്കിലും ശരി, എൻ്റെ റിസ്ക് അതാർക്കും കൊണ്ടുപോകാൻ, തട്ടിപ്പറിക്കാൻ കഴിയില്ല എന്നെനിക്ക് ബോധ്യമുണ്ട്. രണ്ടാമതായി, ഫഅലിംതു, എനിക്കറിയാം, അന്ന അമലി, എൻ്റെ പ്രവർത്തികളുണ്ടല്ലോ, ലാ യഖൂമു ബിഹി ഗൈരി, അത് മറ്റാരാലും ചെയ്തു തീർക്കാൻ കഴിയില്ല. ഞാൻ ചെയ്യേണ്ട കുറേ ബാധ്യതകളില്ലേ, ആ ബാധ്യതകൾ വേറൊരാൾക്കും ചെയ്തു തീർക്കാൻ കഴിയില്ല എന്നെനിക്ക് ബോധ്യമുണ്ട്. ഫശുഗിൽതു ബിഹി വഹദി, അതുകൊണ്ട് ഞാൻ മാത്രമായി, ഞാൻ സ്വന്തമായി അതിൻ്റെ പിന്നാലെ ആ ശുഗലുമായി, ആ പ്രവൃത്തിയുമായി ഞാൻ മുന്നോട്ട് പോകുന്നു. ഞാൻ ചെയ്യേണ്ട പണി വേറൊരാളും ചെയ്തു തീർക്കുമെന്ന് എനിക്ക് ബോധ്യമാവാത്തത് കൊണ്ട് ഞാൻ തന്നെ അതിൻ്റെ പിന്നാലെ നടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വേറെ കാര്യങ്ങളെ പിന്നാലെ കൂടാൻ നേരല്ല, എൻ്റെ കാര്യം ഞാൻ തന്നെ നടത്തിക്കൊണ്ട് പോകേണ്ടതുണ്ട്. ഫശുഗിൽതു ബിഹി വഹദി, അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അത് ചെയ്തു തീർക്കേണ്ടതുണ്ട്. വഅലിംതു, അതോടൊപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എനിക്കറിയാം, അന്നല്ലാഹ മുത്തലിയുൻ അലയ്യ, അള്ളാഹു എല്ലാ ഭാഗത്തു നിന്നും എന്നെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു എന്ന് എനിക്കറിയാം. പടച്ച തമ്പുരാൻ എനിക്ക് ഉദിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, എനിക്ക് മുമ്പാകെ അള്ളാഹു വളരെ വ്യക്തമായിട്ട് എൻ്റെ പിന്നാലെ തന്നെയുണ്ട്, എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫസ്തഹിയത്തു അൻ യറാനി അലാ മഅസിയതി, എന്നെ ഒരു കുറ്റം ചെയ്യുന്നതായി കാണാൻ, പടച്ചോൻ എല്ലാ ഭാഗത്തും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് പടച്ച തമ്പുരാൻ എന്നെ ഒരു കുറ്റം ചെയ്യുന്നത് കാണുന്നത് എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല കാണെ എനിക്ക് ഒരു തെറ്റും ചെയ്യാൻ തോന്നില്ല. അള്ളാഹു ആണല്ലോ എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നത്. ആ തന്ന അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആ നോക്കിക്കൊണ്ടിരിക്കുന്ന റബ്ബ് കാണെ എനിക്കങ്ങനെ കുറ്റം ചെയ്യാൻ കഴിയും? അതെന്നെ ലജ്ജിതനാക്കുന്നു, എന്നെ ലജ്ജിതനാക്കുന്നു ആ കാര്യം. അതുകൊണ്ട് എനിക്കൊരു തെറ്റും ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് മറ്റൊരു കാര്യത്തിൽ വ്യാപൃതനാവാൻ സാധ്യമല്ല. ദൈവം തമ്പുരാൻ കാണാതെ ഒരു തെറ്റ് ചെയ്യാനോട്ട് കഴിയില്ല. അതുകൊണ്ട് ഞാൻ ലജ്ജിക്കുന്നു, എനിക്ക് എൻ്റെ ആ കാര്യത്തിലൊക്കെ, അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ജീവിത വിരക്തി കാണിക്കുന്നത് എന്ന് അദ്ദേഹം പറയാം. നാലാമതായി അദ്ദേഹം പറയുന്നത്, വഅലിംതു, എനിക്ക് മനസ്സിലായി, അഥവാ എനിക്ക് ബോധ്യമുണ്ട്,
അന്നൽ മൗത്ത യന്തറുനി, മരണം എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന്, എന്നെ കാത്തിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. എൻ്റെ മരണം എന്നെ കാത്തിരിക്കുന്നു, അതെനിക്ക് ശരിക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് ഫഅദത്തു സാദ ലിലിഖായി റബ്ബി, അതുകൊണ്ട് ഞാൻ സാദുകൾ, വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ലിലിഖായി റബ്ബി, എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള, എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള വിഭവങ്ങൾ ഞാൻ സമാഹരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? എനിക്കറിയാം അന്നൽ മൗത്ത യന്തറുനി, മരണം എന്നെ കാത്തിരിക്കുകയാണ്, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയം എനിക്ക് മരണം പിടികൂടാം. എൻ്റെ മരണം എപ്പോഴും എന്നെ പിടികൂടാം. അങ്ങനെയുള്ളൊരു മരണത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി അതിന് ശേഷം വരുന്ന എൻ്റെ റബ്ബിൻ്റെ കണ്ടുമുട്ടൽ, ആ റബ്ബിനെ കണ്ടുമുട്ടലിന് വേണ്ടിയിട്ടുള്ള സാദ്, അതിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ, ആ വിഭവങ്ങൾ ഞാൻ ഒരുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു കാര്യത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്ക് ജീവിതത്തിൽ വിരക്തി കാണിക്കാം. ജീവിതത്തോട് കടുത്ത ഒരു ആർത്തി അതെനിക്കുണ്ടാകുന്നില്ല. അതിന് നേരല്ല ഈ 4 കാര്യങ്ങളുള്ളത് കൊണ്ട്. ആദ്യം പറഞ്ഞത് എൻ്റെ റിസ്ക്, എനിക്ക് അള്ളാഹു ഒരുക്കിയിട്ടുള്ള ജീവിത വിഭവങ്ങൾ അത് വേറൊരാൾക്കും എടുത്തു കൊണ്ടുപോകാൻ കട്ടുകൊണ്ടുപോകാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാണ്ട്, അത് വേറെ ആരും ചെയ്യാനില്ല. അതുകൊണ്ട് എനിക്ക് ആ ശുഗലിൽ ഞാൻ വ്യാപൃതനായി പോവുകയാണ്. അതുകൊണ്ടും എനിക്ക് ജീവിതത്തോട് വിരക്തി കാണിക്കേണ്ടി വരുന്നു, ജീവിതത്തോട് ആർത്തി കാണിക്കാൻ പറ്റുന്നില്ല. മറ്റൊന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിക്കിൽ നിന്നും എന്നെ നോക്കിക്കാണുന്നത് കൊണ്ട് അള്ളാഹു കാണെ ഒരു തെറ്റ് ചെയ്യാൻ എനിക്ക് ലജ്ജ. അതുകൊണ്ട് എനിക്ക് റബ്ബ് കാണാത്തൊരിടമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് തെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 4-മത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മരണം എന്നെ നോക്കിക്കൊണ്ടേയിരിക്കണം. എൻ്റെ കൂടെ പതിയിരുന്നുകൊണ്ട് എൻ്റെ ബാക്കിൽ ഇങ്ങനെ കൂടിയതാണ്. എപ്പോഴാണ് മരണം വരിക എന്ന് എനിക്കറിയില്ല. അപ്പം മരണം വരുന്നതിന് മുമ്പ് എനിക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് കുറേ വിഭവങ്ങൾ ഒരുക്കി വെക്കേണ്ടതുണ്ട്. ആ ഒരുക്കലിൻ്റെ അതിൽ ഞാൻ വ്യാപൃതനായി പോയതുകൊണ്ട് എനിക്കൊരിക്കലും ജീവിതത്തോട് ആർത്തി കാണിക്കാൻ വയ്യ. ജീവിത വിരക്തി കാണിക്കാനുള്ള 4 സന്ദർഭങ്ങളിൽ അദ്ദേഹം ജനങ്ങൾക്ക് ഈ രൂപത്തിലാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. നമ്മളും റബ്ബിനെ കണ്ടുമുട്ടാനുണ്ട് എന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോവുക, പ്രവർത്തിക്കുക. ജീവിതത്തോടുള്ള ആർത്തി ഒഴിവാക്കുക. റബ്ബിനെ കണ്ടുമുട്ടാനുള്ള വിഭവങ്ങൾ ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. നാഥൻ നമ്മെ സഹായിക്കട്ടെ. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.